ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. സോ കസിൻ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ എൻ്റെ മണിക്കുട്ടി ചേച്ചിയുടെ കല്യാണമാണ്. അങ്ങനെ ഞങ്ങൾ തലേദിവസം അവരുടെ വീട്ടിലെത്തി. അപ്പം തലേദിവസം പാർട്ടി ഉണ്ട് വീട്ടിൽ വെച്ചിട്ടാണ്. ചെറിയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമായിട്ട്. അങ്ങനെ വീട്ടിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി. ഹായ് വല്യമ്മ, പറയൂ, ഇന്ന് മോളുടെ കല്യാണമാണ്. ഓക്കെ, നമ്മുടെ തമ്പുരിക്കുട്ടി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യണ്ടാവാ. ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചണിലോട്ട് പോകുന്നത് ഭയങ്കര അമ്മ തന്നെ ചായ ഒക്കെ ഇടുന്നുണ്ട്, നല്ല അടിപൊളി ചായ. അമ്മ അതാ എന്തൊക്കെയോ തേരാപ്പര നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് വീണ്ടും ചായ ഇട്ടോണ്ടിരിക്കുകയാണ്, തീർന്നില്ല ഇതുവരെ. ഞങ്ങൾക്ക് ഇനിയിപ്പം തലേ ദിവസത്തെ പാർട്ടിയാണ്. ഇപ്പം വീട്ടില് റെഡി ആവണം. കല്യാണ പെണ്ണ് ഒരുങ്ങാൻ പോയി. അപ്പം ആ സമയത്ത് നമുക്ക് റെഡിയായി സെറ്റായിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ പാർട്ടി ബിഗിൻസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടെ ഒരുങ്ങി എത്തിയിട്ടുണ്ട്. ചേച്ചി പറയൂ, എങ്ങനെയുണ്ട് ഒരുങ്ങിയൊക്കെ? അപ്പം ഓക്കെ, അതന്നെ, നമ്മുടെ പാർട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടിച്ചു പൊളിക്കും. നമ്മുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കാണാം. ഓക്കെ, അങ്ങനെ ചേച്ചി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പോയി. അപ്പം എല്ലാവരും ഗസ്റ്റും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ കാറ്ററിംഗ് എല്ലാം വന്നിട്ടുണ്ട്, ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പാർട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് തലേ ദിവസത്തെ. അപ്പം ഏകദേശം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ തമ്പുരിക്കുട്ടീനെ എല്ലാവരും കണ്ട് അവനെ എടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വീട്ടിലെത്തിയപ്പോൾ തന്നെ പേടിച്ചു പോയി. അവൾ ഫസ്റ്റ് ടൈമാണ് വല്യമ്മയുടെ വീട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവരെയും കണ്ടപ്പോൾ ആളൊന്ന് പേടിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അപ്പോൾ എല്ലാവരും തമ്പുരൂസിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ലാളിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാം, കസിൻസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ വീടിൻ്റെ ടെറസിൽ വെച്ചാണ് ഫോട്ടോസ് ബാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പെറോട്ട, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, പിന്നെ ഒരു വെജിറ്റബിൾ കറി ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. തമ്പുരും കുഞ്ഞേയും കൂടെ എന്താണ് പരിപാടി? ഹായ്, ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് ചേച്ചിയുടെ. അപ്പം ഞങ്ങളിങ്ങനെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വന്നേക്കുവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫോൺ കോളിലാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മളങ്ങ് കഴിക്കാൻ കയറി. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പ്രത്യേകം മുൻഗണനയോടെ എന്നോട് വീഡിയോ എടുക്കാൻ പറയുന്ന എൻ്റെ അമ്മുമ്മ. ഓ അമ്മ, എൻ്റെ പൊന്നോ, എന്തോന്ന് കഴിക്കണ? ഫ്രൈഡ് റൈസും പൊറോട്ടയും മതിയോ?
വേറെ കാണാൻ അപ്പുവാണ്. അപ്പൊ പന്ത് കഴിക്കുമ്പോ വരുമായിരിക്കും. കൊള്ളാം, അടിപൊളി. ചേച്ചി അനിയത്തി എല്ലാരും ഇരിക്കുന്ന എന്തിനാന്നറിയോ നിങ്ങൾക്ക്? സീരിയൽ മുഖപടം തെല്ലൊരുക്കി പറയൂ, എന്താ എണീറ്റത്? എന്തിനാ എണീറ്റത്? എന്തിനാ എണീറ്റത്? പാട്ട് കേട്ട് എണീറ്റാണോ? പാട്ട് കേട്ട് എണീറ്റാണോ? തമ്പുരിങ്ങനെ ചിരിച്ചണേ, തമ്പുരിങ്ങനെ ചിരിച്ചണേ. എല്ലാ സ്നേഹിക്കും സ്വാഗതം. അടുത്ത ഗാനം ആലപിക്കാൻ പോകുന്നത് അമ്മയും കുഞ്ഞമ്മയും. പെണ്ണിന്റെ അമ്മയും കുഞ്ഞമ്മയും. രണ്ട് മൈക്ക് മാറില്ല. സൗന്ദര്യം വഴി ഒഴുകുന്ന അമ്മകൊല്ലമാരി എന്റെ ആരാധന. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങള് വലിയ ഗായകരൊന്നും അല്ല, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പാട്ടൊന്നുമല്ല പാടണം. കുഴുകുണി ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനുനനി തിരുനരമെഴുതും സുമശരവിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂകുഴിയും കുളിരവിടൊഴുകി വരും. മനസ്സും മനസ്സും മധുരം നുകരും അസുലഭ ശുഭ നിമിഷം. നീയൊരു ലഹരി തരൂ, എഴുതിയ ശ്രുതി പകരൂ. ഹിമഗിരി ശിഖരികളെ കരളിന് കുളിരല പണിതു തരൂ. കുനുകുനി ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനുനനി നഖപ്പടം എഴുതും സുമചര വിരലുകളിൽ. സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ക്ലാപ്പെടുത്ത് ഒതുങ്ങിയ. ഹലോ, തെറ്റുകുട്ടികൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അവിടെ തന്നെ ഒരു തെറ്റില്ല. 17 പൂങ്കരളിൽ പാടത്തു
കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോ കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയുള്ളൂ. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എത്തി മതിയോ? മതി, അത് മതി.
ചേരാനായി നിറ ചോളം ചൊല്ലാം നേരമായി കൊട്ടും തഴമ്പൂമുട്ടുണ്ടേ തഞ്ചാവൂർ പട്ടുണ്ടേ എന്ന് മാലോലം ഭൂമിയിൽ ചാർത്താൻ പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാലുകടി വായോ വായോ നീ എൻ മാറിച്ചായോ മഞ്ഞൾ പൂത്താരാം നിന്റെ മാരണയ്ക്കും അങ്ങനെ അമ്മുക്കുട്ടി പെട്ടെന്നൊരു മൈലാഞ്ചി എനിക്ക് ഇട്ടുതന്നു. മൈലാഞ്ചി ഇടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മൂസ് എനിക്ക് പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് എനിക്കൊരു സിംഗിളായിട്ടുള്ളൊരു മൈലാഞ്ചി ഇട്ട് തന്നു. ഓക്കെ, അപ്പം പിറ്റേന്ന് കല്യാണ ദിവസമാണ്. ഞാൻ അപ്പം കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത് ഗായത്രി ചേച്ചിയാണ്. ഗായത്രി ചേച്ചിയും ശ്രീലക്ഷ്മിയും കൂടെയാണ്. ഗായത്രി ചേച്ചി ഫസ്റ്റ് ടൈമാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ വർക്ക്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് എൻ്റെ താല്പര്യങ്ങളൊക്കെ ചേച്ചി എടുത്തിട്ട് അതനുസരിച്ച് എനിക്ക് ചെയ്തു തന്നു. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഗായത്രി ചേച്ചി ആൻഡ് ശ്രീലക്ഷ്മി. തമ്പുരുക്കുട്ടി ഇവിടെ നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങൾ ആ സമയത്താണ് പെട്ടെന്ന് ചടപടേന്ന് റെഡി ആവുക. കാരണം രാവിലെ 9 മണിക്കാണ് സ്വീകരണമൊക്കെ. അപ്പം നമ്മൾ ഏർലി മോർണിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടി അപ്പുറം ചേച്ചി എനിക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. സോ ഞാൻ സെക്കൻഡ് ഇട്ടിക്കുന്ന മാല നമ്മുടെ ലക്ഷ്ണ കളക്ഷൻസ് ലക്ഷ്മി ചേച്ചിയുടെ സ്വന്തമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലെത്തി. നമ്മുടെ കൊല്ലങ്കോട് തൂക്കം നടക്കുന്ന ദേവീക്ഷേത്രമില്ലേ, കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിൽ കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ നടന്നിരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തി. മണ്ഡപത്തിൽ നമ്മൾ പയ്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ.
തന്നോടാ. ആ പറഞ്ഞ ഇഷ്ടപ്പെട്ട ഫുൾ ഓവറോൾ ഒരുങ്ങിയതെല്ലാം? ഓക്കെ. ആര് മേക്കപ്പ് ആര് പറഞ്ഞ ആരെന്ന് മെൻഷൻ ചെയ്തോ? ചേച്ചിയാണ്. ആ ചേച്ചിയാണ് എനിക്ക് എൻഗേജ്മെന്റ് മേക്കപ്പ് ചെയ്തത്. ചേച്ചി തന്നെയാണ് സ്റ്റിച്ചിങ് എല്ലാ കാര്യവും. സ്റ്റിച്ചിങ് എല്ലാ കാര്യവും എന്ത് ഓക്കെ, സ്പെഷ്യൽ മെൻഷൻ. ഓക്കെ സിറ്റ്സ്, അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. ഇവിടെ നമ്മൾ തമ്പുരുവിന് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അച്ഛൻ ഇവിടെ ഇങ്ങനെ അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആൾ കഴിക്കുന്നില്ല, ഇങ്ങനെ ഭയങ്കര വാശി കാണിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫുഡ്. അങ്ങനെ ചേച്ചി യാത്രയൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ. കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും ടയേർഡായി, ഞങ്ങളെല്ലാവരും ടയേർഡായി. സദ്യയൊക്കെ സൂപ്പറായിരുന്നു, എസ്പെഷ്യലി പായസമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി നമ്മളെല്ലാവരെയും യാത്ര പറഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് കാണുന്നത്. കുറച്ചുകൂടെ പൊട്ടിക്കരേ. ഓക്കെ, ഞങ്ങളങ്ങനെ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യുവാണ്. അപ്പം വിഷ്ണു ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാർട്ടി ഒക്കെ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളും കൂടെ ആഡ് ആയിട്ടുണ്ട്. സോ വിഷ്ണു ചേട്ടാ, വെൽക്കം ടു അവർ ഫാമിലി. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് ഗൈസ്. നമുക്ക് എന്താ പറയുക, എല്ലാം എന്താ ചേച്ചിയുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ആ 2 ദിവസം കല്യാണവും പാർട്ടിയും എല്ലാം കഴിഞ്ഞു. സോ ഗൈസ്, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.